നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവനേതാവ് ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതി ഉന്നയിച്ച നടി റിനി ആൻ ജോർജ് CPM വേദിയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇന്ന് മാധ്യമങ്ങൾ ഏറെ ചർച്ചയാക്കുന്നത്. ഒരു വേദിയിൽ റിനി നിൽക്കുന്നതും പ്രസംഗിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. KJ ഷൈനെതിരെ നടന്ന സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ പറവൂരിൽ നടത്തിയ CPM പ്രതിഷേധ യോഗത്തിലാണ് റിനിയും പങ്കെടുത്തിരിക്കുന്നത്. സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെന്ന് വിമർശിച്ച KJ ഷൈൻ റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുൻ മന്ത്രി KK ശൈലജയാണ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തത്. യോഗത്തിൽ പങ്കെടുത്ത റിനി താനും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടുവെന്നും പറഞ്ഞിട്ടുണ്ട്. റിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്കൊരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. അത് ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷെ ആ പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതി ആ നേതാവിന്റെ പേര് പറഞ്ഞില്ല. ആരെയും വേദനിപ്പിക്കാനോ തകർക്കാനോ ഉദ്ദേശമുണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ എങ്ങനെയാണോ ആകേണ്ടത് എന്ന ചോദ്യമാണ് താൻ ഉന്നയിച്ചത്. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ ധാർമ്മികതയോടെ പെരുമാറണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നുമുള്ള കാര്യം മാത്രമാണ് ഞാൻ പങ്കുവച്ചത്. പക്ഷെ ഭയാനകമായ സൈബർ ആക്രമണമാണ് എനിക്ക് നേരിടേണ്ടി വന്നതെന്നാണ് വേദിയിൽ വെച്ച് റിനി പറഞ്ഞത്. പറവൂരിൽ നടി റിനി ആൻ ജോർജിനെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CPM പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്ത് പാർട്ടി നേതാവ് KJ ഷൈൻ രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയം ഉയരുന്നത്. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ റിനിയെ മത്സരിപ്പിക്കാനുള്ള ആലോചന നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ. ഇതിനൊപ്പം പാലക്കാട്ടേക്കും പരിഗണിച്ചേക്കും. എന്നാൽ റിനി മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന് ഉറപ്പില്ല. ഇക്കാര്യത്തിൽ നടിയുടെ നിലപാട് നിർണായകമാകും. ഏതായാലും CPMനോട് റിനിയെ ചേർത്ത് നിർത്താനാണ് തീരുമാനം. സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളതെന്നും KJ ഷൈൻ വിമർശിച്ചിരുന്നു. ഷൈനെതിരെ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പറവൂരിൽ CPM സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ചു പോലും വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ പ്രചാരണം നടന്നെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് CPM നേതാവ് KK ശൈലജയും തുറന്നടിച്ചിരുന്നു. വടകരയിൽ KK ശൈലജയെ തോൽപ്പിച്ചത് ഷാഫി പറമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഗോഡ്ഫാദറായാണ് ഷാഫിയെ വിശദീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനുമായി വളരെ അടുപ്പമുള്ള കുടുംബ പശ്ചാത്തലമാണ് റിനിയുടേത്. എന്നാൽ കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിത്വവും റിനി വഹിക്കുന്നില്ല. നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് റിനി പ്രതിഷേധ കൂട്ടായ്മയുടെ വേദിയിലും ആവർത്തിച്ചത്. ഏതെങ്കിലും സംഘടനയുടെയോ വ്യക്തികളുടെയോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നലെയും ആരെയും വിമർശിക്കാൻ റിനി തയ്യാറായിട്ടില്ല. അപ്പോൾ CPM വേദിയിൽ റിനി എത്തിയതും ഏറെ ശ്രദ്ധേയമാവുകയാണ്. പെൺകരുത്ത് എന്ന പേരിൽ CPIM പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വേദിയിൽ നടത്തിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്നാണ് KJ ഷൈൻ റിനിയോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ റിനി അതിനോട് തിരിച്ചൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. പെൺ പ്രതിരോധം എന്ന പേരിലായിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ CPM പരിപാടി സംഘടിപ്പിച്ചത്. വടകര മണ്ഡലം സ്ഥാനാർത്ഥിയായിരിക്കെ വലിയ തോതിൽ സൈബർ ആക്രമണത്തിനിരയായ KK ശൈലജ ടീച്ചറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. റിനി അവിടെ വെച്ച് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ: ഇപ്പോഴും ഞാൻ ഇവിടെ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇത് വെച്ച് അവർ ഇനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഭയമുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഒരു അക്ഷരമെങ്കിലും സംസാരിക്കേണ്ടതിന്റെ ദൗത്യം എനിക്ക് കൂടി ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. തനിക്ക് ചെറിയ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും എന്നാൽ ഇതേ വ്യക്തിയിൽ നിന്ന് കൂടുതൽ തീവ്രമായ അനുഭവങ്ങൾ നേരിട്ട പെൺകുട്ടികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് തുറന്നു പറയാൻ തയ്യാറായത്. പല പെൺകുട്ടികളും ഭയം കാരണം പരാതിപ്പെടാനോ പുറത്തു പറയാനോ തയ്യാറാകുന്നില്ലെന്നും അവർ കടുത്ത ഭീഷണി നേരിടുന്നുണ്ടെന്നും താൻ CPMുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണെന്ന തരത്തിൽ വ്യാജ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു. ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുമ്പോഴും തനിക്ക് ഭയമുണ്ട്. ഇത് വെച്ചും ഇനി ആക്രമണം ഉണ്ടാകാം. സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ട ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും റിനി പറഞ്ഞു. അടുത്തിടെ KJ ഷൈനിന് നേരെ വലിയ തോതിൽ സൈബർ ആക്രമണത്തിലും അപകീർത്തി പ്രചാരണവും നടന്നിരുന്നു. പ്രസംഗത്തിനിടെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. റിനിയെ പോലുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഷൈനിന്റെ പ്രസ്താവന. രാഷ്ട്രീയ എതിരാളികളെ പരാജയപ്പെടുത്താൻ വൃത്തികെട്ട മാനസിക രോഗികളായ ഒരു സൈബർ സംഘത്തെ UDF തീറ്റിപ്പോറ്റി വളർത്തുകയാണെന്നും KK ശൈലജ ആരോപിച്ചിട്ടുണ്ട്. തനിക്കെതിരെ
റിനി വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ച് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചും അപവാദ പ്രചാരണം നടത്തിയെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ സൈബർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണ്. പല തെളിവുകളും ഇതിനോടകം ക്രൈംബ്രാഞ്ചിന് കിട്ടിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആദ്യമൊക്കെ തന്നെ മണ്ഡലത്തിൽ വന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല. വീണ്ടും രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. രാഹുൽ എത്തിയിട്ടുള്ള ഒരു ദിവസം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പാലക്കാട് മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം പിന്നീടുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയും ഏറെയാണ്. ഏതായാലും റിനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതൊന്നും തന്നെ റിനി ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. റിനി അതിനെക്കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടില്ല. പക്ഷേ തനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് റിനി ആരോപണം ഉന്നയിച്ച ആ ദിവസം മുതൽ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും റിനി നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഒരുപക്ഷെ രാഹുലിനെ എതിരെ നിർത്തുന്നത് ഏറ്റവും ശക്തരായിട്ടുള്ള ഒരു നേതാക്കളെ തന്നെയായിരിക്കാം. ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ റിനിയുടെ ഈ ഒരു വരവൊക്കെ തന്നെ തീർച്ചയായിട്ടും CPM അവിടെ ഒരു ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം രാഹുലിനെതിരെ ഒരുപാട് കാര്യങ്ങളാണ് CPMന് എടുത്തിട്ട് പറയാനുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാകാം ഇപ്പോൾ റിനിയുടെ വരവ് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉള്ള ഒരു പാർട്ടിയുടെ നീക്കം തന്നെയായിരിക്കും. മാത്രമല്ല KJ ഷൈൻ ഇതേ അവസരത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സൈബർ ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. ആദ്യമൊക്കെ തന്നെ രാഹുലിനെതിരെ വലിയ വിമർശനമായിരുന്നു ആളുകൾ കമന്റിലൂടെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗതി മാറുകയാണ് ചെയ്തത്. രാഹുലിനെതിരെ തുടരെ പരാതികൾ ലഭിച്ചപ്പോഴാണ് പിന്നീട് പല ആളുകളും കമന്റുകളിലൂടെ ഈ വിമർശനം ഉന്നയിക്കുന്നത് മാറ്റി രാഹുലിനെ സപ്പോർട്ട് ചെയ്തു വരുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് പരാതി ഉന്നയിച്ചിട്ടുള്ള. ഇതിൽ റിനി മാത്രമാണ് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് പരസ്യമായി തന്നെ റിനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോഴും ആരാണ് എന്താണെന്നൊന്നും റിനി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ റിനിക്കെതിരെ വലിയ രീതിയിലൊരു സൈബർ അറ്റാക്ക് തന്നെ അല്ലെങ്കിൽ റിനിയെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകളൊക്കെ തന്നെ പിന്നീട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനെതിരെ കൂടിയൊക്കെ തന്നെയാണ് ശക്തമായിട്ട് തന്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല, ഇനിയും സംസാരിക്കുക തന്നെ ചെയ്യുമെന്ന് അറിയിക്കാനുള്ള ഒരു നീക്കം കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ നിന്നും റിനി ആ വേദിയിൽ വന്ന് സംസാരിച്ചതിൽ നിന്നും വ്യക്തമാകാനായിട്ട് സാധിക്കുന്നത്.